ഇന്ന് കുറച്ചേ പാഷൻ ഫ്രൂട്ട് പറിക്കാൻ ഇറങ്ങിയതാണ്. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇതാ പാഷൻ ഫ്രൂട്ട് ഒക്കെ കഴിഞ്ഞ് നല്ല കായ്കൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ട് പറിക്കാ അങ്ങനെ നീണ്ടുപോയി. ഒന്ന് പറിക്കാൻ ഒരുങ്ങി വന്നപ്പോഴത്തേക്കും കണ്ടോ വള്ളികളൊക്കെ ഇത് കായ്ച്ചു കഴിഞ്ഞാൽ വള്ളികളൊക്കെ പിന്നെ ഇങ്ങനെ ആവും. പിന്നെ അടുത്തത് റെഡിയായി വരണം. അപ്പൊ ഇവിടെയൊക്കെ ഉണ്ട്, ഇടയ്ക്കൊക്കെ ഉണ്ട്. നമ്മള് ബ്രൗൺ കാവേരി പാഷൻ ഫ്രൂട്ട് ആണ്. ഇപ്പൊ കാണുമ്പോ അങ്ങനെയൊന്നും കറക്റ്റ് ബ്രൗൺ ഒന്നല്ല, അതൊക്കെ നല്ല മൂപ്പായതാണ്. അപ്പൊ ഉള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറിച്ചെടുക്കാം. ഞാൻ കയറി നിൽക്കുന്നതേ കോണീന്റെ മേലാണ്. നമ്മൾ പാഷൻ ഫ്രൂട്ടിന്റെ വള്ളി ഉണ്ടായത് നമ്മളെ അടുക്കള ഭാഗത്ത് വീടിനോട് ചേർന്ന് അടുക്കള ഭാഗത്താ കാണുന്നത്. അതിനോട് ചേർന്ന് നമ്മളെ പമ്പ് ഹൗസ് ഉണ്ട്. നമ്മളെ അഗ്രികൾച്ചർ മോട്ടറിന്റെ കണക്ഷനൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പൊ പമ്പ് ഹൗസിന്റെ മുകളിൽ ഇങ്ങോട്ട് പടർന്നുണ്ടായതാണ്. എല്ലാം നമ്മൾ പന്തലിൽ പടർത്തിയ വേറുണ്ട്, പക്ഷെ അതിലൊക്കെ കായ്കൾ ആവുന്നേ ഉള്ളൂ. ഇതിന് നേരത്തെ ആയും ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് പുതിയത് ഇങ്ങനെ തേർത്ത് വരുന്നുണ്ട്. പക്ഷെ ആദ്യം ഉണ്ടായണ്ടില്ല, വള്ളി കാണുമ്പോൾ നോക്ക് ഇപ്പൊ എന്തോ പോലല്ലേ, നല്ല രസം, നല്ല പച്ചപ്പ് ഇങ്ങനെ തൂങ്ങി. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട് ആയിരുന്നു. ബിയമ്മോളൊക്കെ കുറെ എടുത്ത് ജ്യൂസ് അടിച്ച് എല്ലാവരും കിട്ടുന്നതൊക്കെ ഇങ്ങനെ താഴെ വീട്ടു കുറെ, അതാ കുഞ്ഞോളം താഴെ വീണിട്ടുണ്ടെന്ന്. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും കുറച്ചൊരു മൂപ്പായി കഴിഞ്ഞാൽ വേഗം ഇത് കൊഴിയുണ്ട്. പക്ഷെ അതൊന്നും നല്ല ബ്രൗൺ അല്ല അല്ലേ, നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കൊണ്ട് പറിക്കുക. ഇവിടെ കയറിയപ്പം അതൊക്കെ കൂടെ ഇങ്ങനെയായി അല്ലേ. താഴെന്നും കിട്ടൂല മുകളിൽ നിന്നും കിട്ടൂല അറിഞ്ഞ കാര്യമല്ലോ. അല്ല ഇതുകൊണ്ട് എടുക്കട്ടെ, എവിടെ തൂങ്ങിക്കുന്നുണ്ടോ. നല്ല ബ്രൗൺ അല്ല കേട്ടോ, എന്നാലും മൂപ്പായതാണ്. ഇതിന്റെ മുകൾ ഭാഗത്ത് ഈ ഓടിലൊക്കെ കുറച്ചുണ്ടാവും. അതെന്തായാലും നോക്കിട്ടാ, താഴെ വീണോ നോക്കിയിട്ട് പറിക്കാം. ഇവിടെയൊക്കെ വള്ളി ഇതുപോലെ ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയിട്ടോ. ഇനി പുതിയ വള്ളി ആവുന്നുണ്ട്. വള്ളി അഞ്ചു കുഞ്ഞോളെ നമ്മളെ വിറകുവരന്റെ മുകളിലോട്ട് ഇതിന്റെ ബാക്കി ഭാഗം പോയിട്ട് അവിടെ നല്ല പുതിയ തേപ്പ് ഉണ്ടാണ്ട്. കുഞ്ഞോളെല്ലാം കയറി വരുന്നുണ്ട് കേട്ടോ, നോക്കി നിൽക്കണേ. ഇവിടെയൊക്കെ നോക്ക്. ഇതൊക്കെ പാഷൻ ഫ്രൂട്ട് ഉണ്ടാകുന്നൊരു ഇതായിട്ട് ഇങ്ങനെ ചുളുക്ക് വന്നിട്ട് മൂപ്പാവാതെ തന്നെ വള്ളി ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അതൊക്കെ ഒന്നും പറ്റൂല. ഇത് പറ്റൂലേ, ഇങ്ങനെ ഉണ്ടാ, ഇതിങ്ങനെ കൊഴിഞ്ഞതാട്ടെ ഇങ്ങനെ വേണ്ട. വള്ളീന്ന് അറ്റ് വീണത് അവിടെയൊക്കെ. ഇവിടെ നോക്ക്, കറക്റ്റ് റെഡിക്ക് വെച്ച പോലെ വള്ളി കയറി. അവിടെ നല്ല പഴുത്തതുണ്ട്. ഇത് നോക്ക്, ആരോ കൊണ്ടുവച്ചാലുണ്ട്. കേറി ഇതാണ്ടോ പാഷൻ ഫ്രൂട്ട്. വള്ളി അങ്ങനെ ഇലയൊക്കെ കരിഞ്ഞു പോയിട്ട് കൊണ്ട് കറക്റ്റ് വെച്ച പോലെ ഉണ്ട്. നല്ല ബ്രൗൺ നിറത്തിലുള്ളതൊക്കെ. ഞാനാട്ടെ ഫോണ് പിടിച്ച് അപ്പൊ കുഞ്ഞോള് വന്ന് നോക്കി. ഇങ്ങനത്തെ ഒന്നെങ്കിലും കാണാൻ പറ്റി. ഇതൊക്കെ വെച്ച് നോക്ക്, ആരോ കൊണ്ട് വെച്ച പോലെ ഉണ്ട്. ഒക്കെ വള്ളിന്ന് അറ്റിട്ട്. ഇത് ഈ കമ്പിയിലായതുകൊണ്ട് താഴെ വീഴാട്ടെ, അല്ലെങ്കിൽ നേരെ താഴേക്കും. ടാങ്കാണ്, ടാങ്കിന്റെ മുകളില് ഇങ്ങനത്തെ ടാങ്ക്. ആദ്യം നമ്മള് സിമെന്റിന്റെ ഇങ്ങനത്തെ ടാങ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഒക്കെ വള്ളി, വിറകുവരന്റെ മുകളിൽ ഇപ്പൊ പുതിയ വള്ളി ഉണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ഷീറ്റ് ലീക്കായിട്ട് ഷീറ്റ് വിട്ട്, അപ്പൊ അതിന്റെ അടിയിലും വള്ളിയുണ്ട്. അപ്പുറത്ത് കണ്ടോ, അതിലൊക്കെ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു ബാച്ച് ഇവിടെ കഴിഞ്ഞപ്പോൾ അടുത്ത ബാച്ച് അവിടെ റെഡി ആവുന്നുണ്ട്. ഇതൊക്കെ ഒരു വള്ളി തന്നെയാണ്, പക്ഷെ ഉണ്ടായി കഴിഞ്ഞ ഭാഗം ഇതുപോലെ ആവും. അപ്പൊ സംഭവം ഇത് പറിക്കാനൊക്കെ വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചക്ക് പറിക്കുകയാണെങ്കിൽ ഈ ഒരു കൊട്ടയൊന്നല്ല, അത്രയും ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ വന്ന് പെറുക്കിയിട്ടുണ്ട്. ബിയമ്മോള് കൂട്ടുകാരൊക്കെ താഴെ വീണൊക്കെ മറ്റേ ആദ്യമൊക്കെ വന്ന് പെറുക്കിയിരുത്തി നല്ല പഴുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാനൊക്കെ പറിക്കാന്ന് പറഞ്ഞ് ഇന്നത്തെ പരിപാടി നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കലാണ്. കിട്ടുന്നൊക്കെ പരമാവധി അതിന്റെ ഉള്ളിലും ഇവിടെയൊക്കെ പോയിട്ട് എല്ലാ ഗ്യാപ്പിലും ചെന്ന് നോക്കട്ടെ. അതാ അവിടെ കണ്ടോ, എങ്ങോട്ടൊക്കെ കണ്ടോ താഴേക്ക് തൂങ്ങിക്കണേ. ഇതൊക്കെ ആയതാണ്. പാഷൻ ഫ്രൂട്ടിന് ഞാൻ പറഞ്ഞല്ലോ വരുന്നൊരു രോഗമാണ് ഇതുപോലൊരു ചുളുക്ക് വന്നിട്ട് നമ്മുടെ തൊണ്ടിന്റെ ഇതിങ്ങനെ കണ്ടോ, ഫിനിഷ് പോയിട്ട് ഇങ്ങനെ ചുളുങ്ങി വരും. അതുണ്ടായാലും പക്ഷെ മൂപ്പായി കഴിഞ്ഞാൽ ഉള്ളിൽ അതിന്റെ പൾപ്പ് ഉണ്ടാവും കേട്ടോ. കാണാൻ നീര് കുറച്ച് കുറയും, എന്നാലും കാണാൻ നല്ല ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതൊക്കെ മൂപ്പായതാ സംഭവം. ഇതിന്റെ വള്ളി നമ്മളിവിടെ നട്ടു കൊടുത്തൊന്നുമില്ല, വെറുതെ അങ്ങനെ പടുമുളയായിട്ട് ഇതിന് വള്ളി ഒന്നുണ്ടോ കാണിച്ചു കൊടുക്കുക. താഴ്ന്ന് പടുമുള അറിഞ്ഞ പിന്നെ ചിരി എല്ലാരും ചോദിക്കും പടുമുള അറിഞ്ഞുണ്ടാവും അല്ലെ. പടുമുള അറിഞ്ഞ നമ്മൾ നടാതെ വെറുതെ ഉണ്ടായത്. നമ്മള് നട്ട് പന്തലൊക്കെ സെറ്റ് ആക്കിയതിലും ഇങ്ങാട്ടി കൂടുതൽ നമുക്ക് കായ്കളൊക്കെ കിട്ടുന്നത് ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ടാങ്കിന്റെ മുകളിലോട്ടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. കയറ്റി വിട്ട് നമ്മളെ പമ്പ് ഹൗസിന്റെ മുകളിലോട്ട് അങ്ങനെ പടന്ന് അങ്ങനെ ആയി. ബാക്കി ഭാഗത അങ്ങോട്ട് പടന്ന് അങ്ങനെ അങ്ങനെ ഇവിടെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ കാപ്പിച്ചെടിയിലേക്ക് ഇത് അങ്ങോട്ട് പടന്ന് നമ്മൾ വെട്ടിക്കളയും കേട്ടോ. ഇവിടുന്ന് നോക്കി നമ്മളെ നിത്യവഴുതനയൊക്കെ കാണാം. നിത്യവഴുതന കോവലിന്റെ വള്ളി അപ്പുറത്ത് നമ്മൾ കുറച്ച് ഹൈറ്റിൽ നിൽക്കുമ്പോൾ കറക്റ്റ് വ്യൂ കാണുന്നുണ്ട് ഇവിടുന്ന്. നമ്മൾ ആടിന്റെ ഷെഡ് കാണുന്നില്ലേ,
ഇപ്പുറത്തെ തൊഴുത്ത്. ഇതിന് മുകളിൽ കയറുമ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ കറക്റ്റ് കിട്ടുന്നുണ്ട്. ഈ കാപ്പിച്ചെടിയിൽ പടർന്ന് നമ്മൾ ഒഴിവാക്കിയതാ കേട്ടോ. കാപ്പി ഇത് പിടിക്കുന്നൊക്കെ കൊളായി പോകും കാപ്പിച്ചെടിയിൽ ഇങ്ങനെ പടർത്തിയാൽ. അപ്പൊ ഇവിടുന്ന് കുറെയൊക്കെ കിട്ടി, ഇത്രയും കിട്ടി. ഇനി അപ്പുറം സൈഡിലൊക്കെ താഴ്ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്നൊക്കെ പറിച്ചിട്ട് നമുക്ക് എന്തായാലും ഇതിനൊരു കൊട്ട ആക്കണം അല്ലേ. കിട്ടുമെന്ന് അറിയില്ല, നോക്കാം. ഞാൻ ഇറങ്ങട്ടെ. നല്ല വെയിലൊക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്കൊന്ന് മഴ വന്നു കേട്ടോ. മഴ ഒന്ന് ചാറിപ്പോയി, ഞാൻ പിടിച്ച് വീണ്ടും മഴ പിടിച്ചിന്ന്. ഇപ്പൊ 2 ദിവസമായിട്ട് നമുക്ക് വെയിലാണ്, നല്ല വെയില്. ഇന്നലെ പുല്ലിന്റെ വീഡിയോ ഇട്ടിരുന്നു, നമ്മുടെ പുൽക്കടന്റെ ഒക്കെ. മാക്സിമം ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാ വീഡിയോയും കയറുന്ന പോലെ ആ വീഡിയോ കയറിയില്ല. ഷെയർ ചെയ്താൽ എന്താ അറിയോ, കുറെ ആളുകൾക്ക് ഇത് അങ്ങനെ അറിയും പുൽക്കട ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ഇനി കുറെ ആൾ വിളിച്ചിട്ടോ, മറ്റുള്ളവരോടൊക്കെ വന്നിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഉണ്ടാവും, പുല്ലിന്റെ തണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ താഴേക്ക് ഇട്ടല്ലേ, ഇത് പറ്റൂല. ഇനി വല്ല താഴേക്ക് ഇറങ്ങി. ഇത് നമ്മളെ വിറകുവരന്റെ മുകളിൽ വന്നാ കേട്ടോ, കണ്ടില്ലേ. ഇത് നല്ല കരുത്തുണ്ട്, ഇതൊക്കെ ഇഷ്ടംപോലെ പൂക്കളാണ്. ഇത് ഉണ്ടാവുകയാണെങ്കിൽ അത്രയും മുട്ടിന് കായ്കൾ ഉണ്ടാവും. എവിടെയൊക്കെ ഉണ്ടോ, നല്ല പൂക്കളുണ്ട്. അപ്പം ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിൽ കയറിയാൽ അടുത്തെടുക്കാം, കിട്ടും. അതവിടെ മാവിന്റെ മുകളിലോട്ടൊക്കെ വന്നിട്ടൊക്കെ ആ വള്ളിയിൽ തന്നെ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നതിലാണ് ഇപ്പൊ ഉള്ളത്. ആദ്യം ഉള്ളത് ഇതാണ്. കായ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം പിന്നെ ഇലയൊക്കെ കൊഴിഞ്ഞു. ഇതൊക്കെ ഉണ്ട്, ഇത് പുതിയ തലപ്പ് വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ പൂക്കളുണ്ട്. ഇതൊക്കെ പച്ചേന്. ഇത് പറിക്കല്ലേ, ആയിണ്ട് അമ്മ, നിറം മാറിയുണ്ട്. അല്ലെങ്കിൽ സാധനം ഉണ്ടാവില്ല, സ്ക്വാഷ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വേണ്ടേ. ഇത് ആയില്ലല്ലോ, ഇങ്ങോട്ടും ഇല്ല. മേലൊക്കെ പുതിയ വള്ളി വന്നതാ. നേരെ നമ്മൾ മുകളിൽ നിന്ന് കാണിച്ചു കൊടുത്തില്ലേ, അത് അങ്ങോട്ട് കണ്ടില്ലേ, ഒക്കെ ആവുന്നേ ഉള്ളൂ. ഒന്നുകൂടെ നമ്മളെ പമ്പ് ഹൗസിന്റെ ചുറ്റും നടന്നു നോക്കട്ടെ. താഴേക്ക് തൂങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ പറിച്ചിട്ട് നമുക്ക് വേഗം ഇതിന്റെ പൾപ്പും കാര്യങ്ങളൊക്കെ എടുക്കണം. ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഒരുവിധം മൂപ്പായതൊക്കെ പറിച്ച്, എന്നിട്ടാണ് നമ്മളെ കൊട്ട നിറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് വേഗം ഇതിന്റെ പൾപ്പ് എടുക്കാം. അപ്പൊ നല്ല പഴുത്ത് തന്നെ എടുക്കല. ആദ്യം ഇങ്ങനെ ഒരു കുത്തു കൊടുക്കുക, ആണ് കറക്റ്റ്. നല്ല ആയിട്ടുണ്ട്, പക്ഷെ സംഭവം കുറവാണല്ലോ ഉള്ളിലല്ലേ. ഓവർ പഴുപ്പായ ഇങ്ങനെ പ്രശ്നമുണ്ട്. ഉള്ളില് തീരെ പഴുപ്പില്ലല്ലോ, കുറവാണല്ലോ. ഇതൊക്കെ നമുക്ക് കുറച്ചുള്ളൂ അല്ലേ. ഇനി നമുക്ക് അധികം പഴുക്കാത്തൊന്നും എടുത്തോക്കാം, മൂപ്പായത് എന്നറിയാലോ. എടുക്കാം അല്ലേ. ഈ നേരം നിറം വന്നാൽ തന്നെ മൂപ്പായിട്ടുണ്ട് കേട്ടോ. സ്ക്വാഷ് ഉണ്ടാക്കാനേ. പിന്നെ നമ്മൾ എന്തായാലും ഇതില് കുറച്ച് പുളിപ്പ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാത്തിനും വലിയ ഇതൊന്നും ഇല്ല അല്ലേ. ഇതിന്റെ ഈ ഇത് കൂടുതൽ ഇങ്ങനെ എല്ലായിരുന്നു വരല്. ഈ ഉള്ളിൽ കണ്ട് ഈ പാട പോലെ കാണുന്നതൊക്കെ കൂടുതലാണ്. അതൊന്നും വരാതെ നമുക്ക് ഈ പൾപ്പ് മാത്രം മതി കേട്ടോ. എന്നാൽ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഇങ്ങനെ കേട്ടോ. നമ്മുടെ വേനലിലൊക്കെ ഉണ്ടായത് അത്യാവശ്യം നല്ല വേനലിൽ നല്ല വെയിലുള്ള സമയത്ത് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല കയമ്പ് ഉണ്ടായിരുന്നു ഉള്ളിൽ. അടുത്ത പഴുത്ത് എല്ലാം കാണിക്കുന്നില്ല, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാ. എല്ലാത്തിലും ഒരുപോലെ ടെസ്റ്റ് ചെയ്യാനൊന്നുമില്ല, ഒക്കത്തിലും കുറവ് തന്നെയാണ്. ഇങ്ങനെ പാഷൻ ഫ്രൂട്ട് വരലില്ല, നല്ല കൂടുതൽ ഉണ്ടാവില്ല, എന്താണെന്ന് അറിയില്ല. നമുക്ക് എല്ലാത്തും ഈ കാണുന്നതിനൊക്കെ വേഗം പൾപ്പ് എടുക്കട്ടെ. പൾപ്പ് എടുത്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ മുറിച്ച് വന്നത് ഇതിൽ കണ്ടില്ലേ, അത്യാവശ്യം നല്ല പൾപ്പുണ്ട്. അപ്പം ഈ കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസം കൊണ്ടായിരിക്കും, അല്ലാതെ ഒരു പ്രശ്നം വരലില്ല. ഒരു ഇങ്ങനെ തന്നെ നിറച്ച് നമുക്ക് ഇതിനുള്ളിൽ കയമ്പ് എന്നോ പൾപ്പ് എന്നൊക്കെ കിട്ടലുണ്ട്. നമുക്ക് എന്ത് കയമ്പ് എന്നൊക്കെ പറയാം, പൾപ്പ് കിട്ടലുണ്ട്. അതെന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഇങ്ങനെ മുറിച്ചാൽ ഭയങ്കര റിസ്ക്, ഇങ്ങനെ കുത്തിയിട്ട് തന്നെ മുറിക്കാനല്ലേ. ഇതിൽ കുറവാണ്. അപ്പം ചിലയിൽ കിട്ടുന്നുണ്ട്, ചിലയിൽ നമ്മൾ ആദ്യം മുറിച്ച പോലെ തന്നെ കുറവാണ്. ഇനി നമ്മൾ പന്തലിട്ടതിൽ ഇഷ്ടം പോലെ പച്ച ആയിട്ടുണ്ട്, അത് നോക്കാം. അത് നല്ല സെറ്റായിട്ട് നമുക്ക് പറിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ നെറ്റ് കൊണ്ട് നല്ല പന്തലൊക്കെ സെറ്റാക്കി അതിലുള്ളതാണ്. 30ന്റെ അടുത്ത് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതിന് കിട്ടിയ പൾപ്പാട്ടത്. ഇത് കുറവാണ്, നമ്മൾ മുറിക്കുമ്പോൾ തന്നെ പറഞ്ഞല്ലോ, ചില പാഷൻ ഫ്രൂട്ടിലൊന്നും പൾപ്പ് കുറവ്, ചിലയിൽ കൂടുതലുണ്ട്. ഇതിലൊക്കെ കൂടുതൽ കിട്ടേണ്ടതാണ്. നോക്കാം, നമുക്ക് ഇത് വെച്ചുണ്ടാക്കാം. നമുക്കിനി ആദ്യം ചെയ്യാനുള്ളത് പഞ്ചസാര ലായ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ 25-30 പാഷൻ ഫ്രൂട്ടിനൊക്കെ 1 കിലോ പഞ്ചസാരയാണ് എടുക്കല്. ഇതൊരു 3/4 കിലോ ഉണ്ട്, നമുക്ക് പൾപ്പ് കുറവായതുകൊണ്ട്. അപ്പൊ ഇതങ്ങോട്ട് സെറ്റാക്കി വെച്ചാല്
ആ അതിലേക്ക് നമ്മളിതാ ഒരു 5 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതിൽ മൊത്തം പഞ്ചസാരയും കിട്ടുമല്ലോ അല്ലേ. ഇനി നമുക്കിത് നല്ല തിളപ്പിച്ചിട്ട് പഞ്ചസാര ലായനി സെറ്റാക്കി എടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, പഞ്ചസാര ഇങ്ങനെ അടിയിൽ പിടിക്കും. ഇപ്പോൾ അവിടെ ഒന്ന് ചൂടാകുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ ആക്കിയാൽ പഞ്ചസാര ലായനി കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പഞ്ചസാര ലായനി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതാവുമ്പോഴത്തേക്കും നമ്മളെ പൾപ്പ് കണ്ടില്ലേ, പൾപ്പ് നമുക്കൊന്ന് നല്ല തിളപ്പിച്ച് നല്ല ചൂടാക്കി എടുക്കണം. ഇത് വെച്ച് കൊടുക്കുക. ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകുന്ന സൈഡിലൊക്കെ പിടിക്കും. അപ്പം ചൂടായി വരുന്നതനുസരിച്ച് നമ്മൾ നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കുന്നതേ കുരു ഇട്ടിട്ടാട്ടോ. ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് കുരു ഇല്ലാതെ ഇപ്പം കുറച്ചായതുകൊണ്ട് നമ്മൾ കുരു ഇട്ടിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പൾപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ടോ, അല്ലെങ്കിൽ നമ്മൾ നല്ല അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് കുരു ഒഴിവാക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിൽ ഇട്ടൊന്ന് ഒന്ന് വർക്ക് ചെയ്യിച്ചിട്ട് മിക്സിയിൽ വർക്ക് ചെയ്തിട്ട് നിർത്തി കഴിഞ്ഞാൽ ഈ കുരു ഇളകാതെ കൊണ്ട് പൾപ്പ് മാത്രം കിട്ടും. നമ്മൾ തൊട്ട് മുന്നേക്ക് ഉണ്ടാക്കിയത് അങ്ങനെയായിരുന്നു. ഇനി നമുക്ക് അടുത്തത് കിട്ടിയിട്ട് അങ്ങനെ ആക്കാം. ഇതിൽ പിന്നെ കുരുവോടുള്ള സ്ക്വാഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ കറുത്ത നമ്മൾ കുരുവിനെ കറക്റ്റ് കാണാം. പിന്നെ ഇതിന്റെ പാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറേ ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇതിലിട്ട് കൊടുക്കും. അപ്പൊ അതാ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്, നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. പോരെ, ഓരോ വേണ്ട ആവശ്യത്തിന്. ഈ മധുരവും പുളിയും അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച്. പിന്നെ ഇതൊക്കെ നല്ല ഇങ്ങനെ തിളച്ച് വെക്കുന്നത് അത്രയും നല്ലതാണ്. നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് പൾപ്പ് നല്ല സെറ്റായി ഇങ്ങനെ കിട്ടും. അപ്പൊ നമ്മുടെ പൾപ്പ് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് വെക്കട്ടെ, ഗ്യാസ് കുറച്ച് സമയം ഒന്ന് ചൂടാറിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമ്മളെ പഞ്ചസാര ലായനി ആവുന്നേ ഉള്ളൂ. അപ്പൊ അതായിട്ട് ഇനി അടുത്ത പണി. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് നേരത്തെ ചെയ്തേക്കാനുള്ളത് ഇതുണ്ടോ, ഇതിലൊക്കെ നമ്മൾ സിട്രിക് ആസിഡ് ഒഴിക്കും. നമുക്ക് സ്ക്വാഷൊക്കെ നമ്മൾ കേടുകൂടാതെ നിൽക്കാനൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ നാച്ചുറലായിട്ട് നമ്മളെ സീഡ്ലെസ് ലെമൺ ആണ് ഉപയോഗിക്കുന്നത്. ചെറുനാരങ്ങ സീഡ്ലെസ് ലെമൺ ഏതെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഇത് 2 എടുത്തിട്ടുണ്ട്. 2 എടുത്തെന്ന് വെച്ചാൽ ചെറുനാരങ്ങയൊക്കെ നമ്മൾ 5 ചെറുനാരങ്ങനെ ഒരു 25 പാഷൻ ഫ്രൂട്ട് ഒക്കെ എടുക്കാൻ എടുക്കല്. ഇത് വലുതായതുകൊണ്ട് ഇത് 2 എടുക്കുന്നുള്ളൂ, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള നീര് കിട്ടുള്ളൂ. അപ്പൊ ഇതൊന്ന് പിഴിഞ്ഞ് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. നമ്മൾ പഞ്ചസാര ലായനി ഇതാ നല്ല വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെടുത്ത് നേരെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അപ്പൊ എത്ര നല്ല പഞ്ചസാര ആണെങ്കിലും ഇതിലൊക്കെ ഒരു കരട് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊക്കെ കാണുന്നുണ്ടോ? ചെറിയ കരടൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് നല്ല തിളപ്പിച്ചെടുക്കണം. കുറച്ച് ഗ്യാസ് കൂട്ടി വെക്കട്ടെ കേട്ടോ. ഇനി ഇതുവരെ ഇളക്കിയ പോലെയല്ല, നല്ല അങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ലൊന്ന് മിക്സ് ആക്കും വേണം കേട്ടോ. നമ്മളത് അങ്ങനെ ഇളക്കിയിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ടേ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. നേരത്തെ നമ്മൾ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഉപ്പിന്റെ രുചിയാണ് കൂടുതൽ നമ്മളെ പൾപ്പില്. അപ്പൊ പഞ്ചസാരയും കൂടെ വന്നപ്പോൾ ഇത് കിട്ടുന്നില്ലല്ലോ. പിടിച്ചാൽ ഒന്നുകൂടെ സെറ്റാവും. അപ്പൊ അത്യാവശ്യം നല്ല മധുരമായിട്ടുണ്ട്. മധുരവും പുളിയും ഉപ്പും കൂടെ വന്നപ്പോൾ നല്ല സെറ്റായിട്ടോ. ഇപ്പോഴാ മധുരം വന്നത്, ആദ്യം മധുരം കുറവല്ലേനോ. നല്ല ഇങ്ങനെ മാക്സിമം സ്ക്വാഷ് ഒക്കെ കുറച്ച് ടൈറ്റ് ഉണ്ടാവുമല്ലോ, വെറും വെള്ള രൂപത്തിലല്ല. അപ്പൊ ഒന്നും ഇങ്ങനെ കുറുക്കി കുറുക്കി കൊണ്ടുവരണം. അപ്പൊ എത്രയും നമ്മൾ അങ്ങനെ ആക്കുന്ന അപ്പൊ അത്രയും കാലം നമ്മളെ സ്ക്വാഷ് ഇങ്ങനെ എടുത്തു വെക്കാൻ കഴിയും. ഒരു കാണുന്ന ഒരു ഭംഗിയല്ലേ, മറ്റേത് നമ്മള് എന്തൊരു ജ്യൂസ് ഇളക്കുന്ന പോലെ ഉണ്ടാവില്ല. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഇപ്പൊ ഇതിന്റെയൊക്കെ സ്ക്വാഷ് നമ്മള് ബോട്ടിലാക്കി ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ആണോ എന്താണെന്ന് അറിയില്ല. അതിലൊക്കെ കുരു കാണുമ്പോഴാണ് പാഷൻ ഫ്രൂട്ട് ആണെന്ന് അറിയാം. പിന്നെ ആ ചെറിയ ഫ്ലേവർ കിട്ടുമ്പോഴും ഇങ്ങനെ തിളച്ച് നല്ല തിളക്കട്ടെ. കറക്റ്റ് നമ്മൾ എടുത്ത പാകം കറക്റ്റ് അല്ലേ. പഞ്ചസാര കൂടി കഴിഞ്ഞാലും ഭയങ്കര മധുരമായിപ്പോ. അപ്പൊ നമ്മള് ഇതിനുള്ള ഒരു കണക്കിനുള്ള ഒരു 3/4 കിലോ പഞ്ചസാര അത്ര എടുത്തിട്ടുള്ളൂ. അല്ല അതിലോട്ട് നമ്മള് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്ക്വാഷ് ഒക്കെ കുടിക്കുക.
ആ മധുരം കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമുക്ക് ജ്യൂസ് കൂടുതൽ എടുക്കാം ഇതിന്റെ. അപ്പൊ നമ്മളെ സ്ക്വാഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അവസാനം ചെയ്യേണ്ട കാര്യം ഇതാ, നമ്മളെ ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ സീഡ്ലെസ് ലെമൺ ആണ് നമ്മൾ എടുത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. സിട്രിക് ആസിഡ് ആണ് ഒഴിക്കേണ്ടത്. അപ്പൊ ഇതും ഒഴിച്ചാൽ മതി. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് നല്ല ചൂടാറണം. ചൂടാറിയിട്ട് വേണം നമുക്ക് കുപ്പിയിലൊക്കെ ആക്കി വെക്കാൻ. പിന്നെ നമ്മൾ ചൂടാറാൻ കുറച്ച് സമയം എടുക്കും. നല്ല നമ്മൾ തിളപ്പിച്ചെടുത്തല്ലേ, നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചൂടാറാൻ വെക്കാം. നമുക്ക് കിട്ടിയ സ്ക്വാഷ് തണുത്തതിന് ശേഷം ഇതാ കുപ്പിയിലാക്കിട്ടോ. ഓക്കെ, ഇത് കുരു ഇല്ലാതെ നമ്മൾ അരിച്ചെടുത്ത, കുരു ഒഴിവാക്കിയിട്ട് കിട്ടിയ നമുക്ക് നല്ല ഭംഗിയുണ്ട്, നല്ല കളർ ഉണ്ട്. ഇങ്ങനെ ഉണ്ടാവും നമ്മൾ കുരു ഇല്ലാതെ എടുക്കുമ്പോൾ. അപ്പൊ കുരു ഉള്ളത് നമ്മളിതാ വേറെ കുപ്പിയിൽ സെറ്റാക്കി. ഇത് കുറച്ച് കുറവോ മറ്റു കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാൻ അതങ്ങനെ കാണിച്ചു തരാം. പക്ഷെ കളർ കുറവാണെങ്കിലും കുരു ഇങ്ങനെ ഉള്ളിൽ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പൊ ഇത്ര സ്ക്വാഷാണ് നമുക്ക് 10-30 പാഷൻ ഫ്രൂട്ട് നിന്ന് കിട്ടിയത്. അപ്പൊ ഇതിങ്ങനെ കുറെ ദിവസം എടുത്തു വെക്കാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കുന്ന കുറെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പാഷൻ ഫ്രൂട്ട് കിട്ടാത്ത സമയത്തൊക്കെ എടുത്ത് കുടിക്കാനാണ്. ഇത് ഞങ്ങളെ BMO സ്കൂളിൽ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് നമ്മൾ എന്താ ചെയ്യും, വേഗം എടുത്ത് തീർക്കും. അപ്പൊ നമുക്ക് ഇനിയും പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഇഷ്ടംപോലെ ആവുന്നുണ്ട്. അപ്പൊ കുറെ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചിട്ട് എടുത്തു വെക്കാം. ഇത് ഞങ്ങൾ എന്തായാലും വേഗം കുടിച്ച് തീർക്കും. അപ്പൊ പറ്റുന്ന എല്ലാവരും പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ആക്കി നോക്കി, പെട്ടെന്ന് പരിപാടി കഴിയും. നമുക്ക് എന്ത് ചെയ്യാം, നല്ല സ്ക്വാഷ് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട, ഇതുപോലെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എന്താ ഭംഗി.